കാസർഗോഡ് ചെങ്കള പഞ്ചായത്തിലെ ബാരിക്കാട് എന്ന പ്രദേശത്തെ ഒരു വർഷത്തോളമായി അവിടുത്തെ ജനങ്ങളായ ഞങ്ങൾ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. കുടിവെള്ളം മുട്ടിക്കാനും കുടിവെള്ളം നശിപ്പിക്കാനും കാരണക്കാരായ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം. പാവപ്പെട്ട കുടുംബത്തിലെ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ഫ്രീയായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ് അഭയം ഡയാലിസിസ് സെന്റർ. ഡയാലിസിസ് ചെയ്തു വരുന്ന മലിനജലം മനഃപൂർവ്വം ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് അവിടുത്തെ വെള്ളം മലിനമാക്കി. അത് കുളിക്കാനോ കുടിക്കാനോ ഉപയോഗിക്കപ്പെടാത്ത ഒരു രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. ബാരിക്കാട് ആക്ഷൻ കമ്മിറ്റി ഒരു വെറൈറ്റി സമരവുമായി മുന്നോട്ട് പോവുകയാണ്. വിഷയം ഞാനിവിടെ വായിക്കാം. ബാരിക്കാട് ചെങ്കള ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കള്ളക്കട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാരിക്കാട് ആക്ഷൻ കമ്മിറ്റി ജനകീയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ബാരിക്കാട് പ്രദേശത്തെ ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നും അനാശാസ്ത്രീയമായി മണ്ണിലേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം കാരണം കിണറുകൾ മലിനമായ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഏകദേശം 364-65 ദിവസമായി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ സമരം നടക്കുകയാണ്. കുടിവെള്ളം മലിനമായതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് ഭരണസമിതിയെയും രാഷ്ട്രീയ നേതാക്കളെയും സമീപിച്ചപ്പോൾ അവരിൽ നിന്നും കടുത്ത അവഗണനയും നിരുത്തരവാദപരമായ സമീപനമാണ് ഉണ്ടായതെന്ന് കമ്മിറ്റി ആരോപിക്കുന്നു. പഞ്ചായത്ത് നിവാസികളുടെ കുടിവെള്ള സംരക്ഷണത്തിനായി യാതൊരു നടപടിയും കൈക്കൊള്ളാത്ത ഭരണസമിതിയുടെ ഇരട്ടത്താപ്പിന് ശക്തമായ മറുപടി നൽകാനാണ് ആക്ഷൻ കമ്മിറ്റി ജനകീയ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി അംഗമായ ശ്രീമതി ദാമോദരനെ ബേബി ടീച്ചറെയാണ് 1-ാം വാർഡിലെ ജനകീയ സ്ഥാനാർത്ഥിയായി ഇന്ന് പ്രഖ്യാപിച്ചത്. സമരപ്പന്തലിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് നാട്ടുകാർ പങ്കെടുത്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി, ജിമ്മി KJ ബാരിക്കാട്, സത്യൻ B പാവാച്ചിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജനകീയ സമരത്തിന്റെ മുന്നോട്ടുള്ള പ്രഖ്യാപനമായി മാറി. എന്ത് നിഷേധം വന്നാലും എത്ര അധികാരികൾ പുച്ഛിച്ച് തള്ളിയാലും മുന്നോട്ട് വെച്ച കാല് പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബാരിക്കാട് ആക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പൂർണ്ണ സപ്പോർട്ടും പൂർണ്ണ പിന്തുണയും നൽകുന്നു ഞാൻ. ഈ അവസരത്തിൽ എല്ലാവരും ജാതിമത രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട ശ്രീമതി ബേബി ടീച്ചറെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.